വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹാവന്ദനം. കർത്താവിന്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി ദൈവമക്കളോട് ചേർന്ന് ഇങ്ങനെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് അവസരം ഒരുക്കിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും പഠിക്കുന്നത് നിത്യതയോടുള്ള ബന്ധത്തിൽ എത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഈ ലോക കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കും. എന്നാൽ തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രബോധനങ്ങൾ നിത്യത്തിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളായിരിക്കണം, വളരെ താല്പര്യമുള്ളവരായിരിക്കണം. പലർക്കും ഈ നാളുകളിൽ ആ നിത്യതയുടെ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട് ഇതിനോടൊന്നും വലിയ അഭിരുചിയില്ല. എന്നാൽ ദൈവകൃപ ലഭിച്ചവർക്ക് നിത്യതയാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടും ആത്മാർത്ഥയോടും കൂടി ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഗ്രഹിച്ചെങ്കിൽ എന്ന് വളരെ ആഗ്രഹിക്കുക. അപ്പോൾ ഇന്നും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ രക്ഷയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ കണ്ടു. അതിൽ നമ്മൾ വീണ്ടും ജനനത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. രണ്ടാമത്തെ ക്ലാസ് പാപമോചനത്തെക്കുറിച്ചായിരുന്നു. മൂന്നാമത്തെ ക്ലാസ് നീതീകരണത്തെക്കുറിച്ചായിരുന്നു. നാലാമത്തെ ക്ലാസ് വിശുദ്ധീകരണത്തെക്കുറിച്ചായിരുന്നു. അഞ്ചാമത്തെ ക്ലാസ് വീണ്ടെടുപ്പിനെ കുറിച്ചായിരുന്നു. ഇന്ന് ഞാൻ ആറാമത്തെ ക്ലാസ് പരിശുദ്ധാത്മദാനം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ വീണ്ടും ജനിച്ചാൽ നമുക്ക് ആദ്യമായിട്ട് തന്നെ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന ദാനമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്നതിനാണ്, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ ഒരു യഥാർത്ഥമായും വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ഒരു ഞരക്കമുണ്ട്. കാരണം അവര് കർത്താവിന്റെ വരവിൽ തിരസ്കരിക്കപ്പെട്ടവരായി ആ പുത്രത്വത്തിലേക്ക് നടത്തപ്പെടുന്ന ഒരു അനുഭവം അവർക്ക് ലഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ ആ പുത്രത്വം എന്നുള്ള കാര്യം വളരെ വിലപ്പെട്ട കാര്യമാണ്. നമുക്ക് ആദ്യമായിട്ട് ലഭിച്ചത് പരിശുദ്ധാത്മാവ് എന്ന ദാനമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ നമുക്ക് ആത്മാവ് ലഭിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ഈ ആത്മദാനത്തിൽ ആത്മാവ് ചെയ്യുന്ന 4 കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ ഈ ദിവസങ്ങളിലുള്ള ക്ലാസ്സുകൾ ഇനി അല്പം കൂടെ ഗഹനമായിരിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ അത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മൾ കേൾക്കുന്ന വചനം അതിനെ പ്രകാശിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവ്. വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ആത്മാവിലല്ലാതെ നമുക്ക് കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇന്ന് പലരും വചനം കേൾക്കുന്നെങ്കിൽ അത് ഗ്രഹിക്കുന്നില്ല. കാരണം അവരിൽ പരിശുദ്ധാത്മാവില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. അവനെ ദൈവത്തിന്റെ വചനം പറയുന്നത് പ്രാകൃതനെന്നാണ്. കാരണം 1 കൊരിന്ത്യർ 2:14 വായിക്കുന്നുണ്ട്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവനെ ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. അപ്പോൾ വീട്ടിൽ ജനിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിരുവചനം മനസ്സിലാക്കുക എന്നുള്ളത് അത് സാധ്യമല്ല. ഇത് ആത്മീയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച നമുക്ക് തിരുവചനം കേൾക്കുമ്പോൾ അല്ല, നമ്മൾ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മളെ അത് ഗ്രഹിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ പരാജയമെന്ന് മാത്രമല്ല, അങ്ങനെ മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വലിയ അതിന്റെ അർത്ഥത്തിന് വലിയ വ്യത്യാസം ഉണ്ടാവും. അതിന്റെ വ്യാഖ്യാനം വരുന്നത് ബുദ്ധിയിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വലിയ നാശം ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. വീണ്ടും ജനിച്ച് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും
ആത്മാവിലായിരിക്കുവാൻ നമുക്ക് കഴിയണം. ഞാൻ സാധാരണ കൂട്ടായ്മകളെല്ലാം കൂടുന്ന സമയത്ത് എല്ലാവരോടും പറയാറുള്ളൊരു കാര്യമാണ്, എല്ലാവരും ആത്മാവിലായിരിപ്പീൻ. ആത്മാവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനത്തെ ശരിയായ നിലയിൽ ഗ്രഹിക്കാൻ കഴിയുള്ളൂ. കാരണം ആത്മാവിന് മാത്രമേ നാം കേൾക്കുന്ന ആ വാക്യങ്ങളെ അതിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാനായിട്ട് നമ്മെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അതേ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നോക്കണേ, അപ്പോൾ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു വെളിപ്പാട്, ഈ ഒരു വെളിപ്പെടുത്തൽ വളരെ അനിവാര്യമാണ്. അതിന് പിന്നിൽ 9-ാം വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങൾക്കറിയാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വർണ്ണന, തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം അത് വെളിപ്പെടുത്തി തരുന്നു. ഇന്ന് തന്നെ അനേവർക്കും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള അറിവില്ല. ക്രിസ്തുവിൽ ആയതിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊരു ശരിയായ ഒരു കാഴ്ചപ്പാടില്ല. കാരണം അവർ ആത്മാവിൽ ആ കാര്യങ്ങളെ ഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ എപ്പോഴും ആത്മാവിന് പൂർണ്ണമായും വിധേയപ്പെടുവാൻ, ആത്മാവിൻ്റെ ആ അധികാരത്തിന് കീഴിലായിരിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് വലിയ അത്യാവശ്യമാണ്. അപ്പം ഇവിടെ ദൈവത്തിന് വചനം പറയുന്നു, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ഉണ്ടോ? ആത്മാവാണ് ദൈവത്തിൻ്റെതായ ഈ സത്യവചനത്തിന്റെ എല്ലാ പ്രകാശനവും നമുക്ക് നൽകുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആത്മാവിലായിരിക്കാൻ, എങ്ങനെ ആത്മാവിലാകുക എന്നുള്ളത് അറിയാമോ? ഇതൊക്കെ സാധാരണ സഭകളിൽ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് കൂട്ടത്തിൽ പോകുന്നെങ്കിലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ ആത്മാവിലാകുക എന്നുള്ളത് എത്ര പേർക്കറിയാം? എത്ര പേർ അത് മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മൾ വാസ്തവമായിട്ടും നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മാവിലായിരിക്കുവാനായിട്ടുള്ള ഒരു വളരെ ലളിതമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ശരിക്കും സമർപ്പണത്തോടു കൂടി, കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ ഒന്ന് ഹൃദയംഗമായി പറയുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ ആത്മാവിലായി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുകയല്ല. പലരും നാസിക്കുള്ള ദൈവസഭയ്ക്ക് ഇതൊക്കെ വളരെ അനുദിന അവരുടെ അനുഭവമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ആ കാര്യത്തെക്കുറിച്ച് എത്രമാത്രം അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ടും നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ, അല്ല ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുവാനായിട്ട് നിങ്ങൾ ഒരുങ്ങുമ്പോൾ അങ്ങനെ നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വചനം ഒന്ന് കേട്ടേ, അല്ലെങ്കിൽ നിങ്ങൾ ആ വചനം ഒന്ന് വായിച്ചേ. നിശ്ചയമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വായിക്കുന്ന വചനങ്ങൾ ഗ്രഹിക്കുവാനും, അല്ല നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അത് ഗ്രഹിക്കുവാനും നിങ്ങൾക്ക് വലിയൊരു സഹായമാകും. അപ്പോൾ ഞാൻ പ്രായോഗിക ജീവിതത്തിലും നിങ്ങളത് അനുഭവമാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആത്മാവ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ശരിക്കുള്ള പ്രകാശനം ഈ ആത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ യിരെമ്യാ പ്രവചനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, യിരെമ്യാ പ്രവചനം
11-ാം അധ്യായം 18-ാം വാക്യത്തിന്റെ ആരംഭം. യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാനത് അറിഞ്ഞു. ഇവിടെ യെരമ്യാവ് പറയുന്നത്, യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാനത് അറിഞ്ഞു. അപ്പം ആത്മീയ കാര്യം ദൈവം വെളിപ്പെടുത്തി തരാണ്ട് ആർക്കും അറിയാൻ കഴിയില്ല. അപ്പോൾ യഹോവ അത് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാനത് അറിഞ്ഞു. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആത്മീയ കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. അതേ കാര്യം തന്നെ പുതിയ നിയമത്തില് എഫേസ്യ ലേഖനത്തില് സഭ എന്ന മർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എഫേസ്യർ 3:5. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായിരുന്നില്ല. കണ്ടോ, എത്ര സ്പഷ്ടമാണ് ആ കാര്യം. അപ്പം ജാതികളും ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാണ്. രക്ഷിക്കപ്പെടുന്നവരായ യഹൂദന്മാരും ജാതികളും ചേർന്ന ഒന്നാണ് ക്രിസ്തുവിന്റെ ശരീരം. അപ്പൊ ഈ അതൊരു വലിയ മർമ്മമായിരുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ മറഞ്ഞിരുന്നൊരു കാര്യമാണ്. അപ്പൊ അത് എങ്ങനെ വെളിപ്പെട്ടു? ആത്മാവിനാൽ. അപ്പോൾ ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായിരുന്നില്ല. കണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്തു തരുന്നു? ദൈവവചനത്തിലെ സത്യങ്ങൾ നമുക്ക് പ്രകാശിപ്പിച്ചു തരുന്നു. പലപ്പോഴും ഈ ആത്മാവ് വരുന്നതിന് മുൻപ് ശിഷ്യന്മാര് പോലും കർത്താവ് പറഞ്ഞിരുന്ന കാര്യങ്ങളെ അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. നമ്മള് അനേക അനുഭവങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, അവിടെ കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു, എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. കണ്ടോ, അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ അവർ ഗ്രഹിക്കാൻ കഴിയാഞ്ഞേ? കാരണം അതുവരെ കർത്താവായ യേശു ക്രിസ്തു മരിക്കുകയോ തേജസ്കരിക്കപ്പെടുകയോ ആത്മാവ് വരികയോ ചെയ്തിരുന്നില്ല. അപ്പോൾ ശിഷ്യന്മാർക്ക് അത് ഗ്രഹിക്കാൻ വളരെ ലളിതമായ കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് പോലും ഇത് ആത്മീയ കാര്യമല്ലേ? എന്ത് കാര്യം കർത്താവ് പറഞ്ഞത്? അതേ 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അറിയാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായതുകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. കണ്ടോ? അപ്പൊ ഈ സാദൃശ്യം യേശുവോട് പറഞ്ഞു, എന്നാൽ അവർ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. നോക്കുക ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം എന്നോട് ദൈവം സംസാരിക്കുന്നതായിട്ട് ഒരു വ്യക്തി ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ അവനത് വെളിപ്പെടുത്തി കൊടുക്കും. അവനാ സത്യം ഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇത് നമ്മൾ വളരെ ഗഹനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവടിയോ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പോ ഇല്ലാത്തൊരു വ്യക്തിക്ക് ഇത് ശ്രദ്ധിക്കാൻ പോലും കഴിയില്ല. കാരണം അവരെക്കുറിച്ച് ദൈവത്തിന് അറിയാം. അവര് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളയുന്നവരാണെന്ന് ദൈവം മുന്നമേ അറിഞ്ഞു. എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം മുന്നമേ അറിഞ്ഞു. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനത്തിന് വേണ്ടി നമ്മൾ ചെവി കൊടുക്കും, അത് നമ്മൾ ശ്രദ്ധിക്കും, അത് കൈക്കൊള്ളുവാൻ തയ്യാറാകും. ഇത് ദൈവത്തിനെ തന്റെ സർവജ്ഞാനത്താൽ മുന്നമേ അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് തിരുവചനം കേൾക്കുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയുന്നത് പോലും
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ്. അതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആ വിഷയത്തിൽ സഹായം ആത്മാവിൻ്റെത് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കത്തേയില്ല. ഇന്ന് ദൈവവചനം കേൾക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോ ഈ ആത്മാവ് വരുന്നതിന് മുൻപ് ശിഷ്യന്മാരുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ യോഹന്നാൻ 12-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലും വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം ഇതുപോലെ കാണാൻ പറ്റും. അതിന്റെ 16 ഞാൻ വായിക്കാം. ഇത് അവന്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. അപ്പോ ആദ്യം അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ഗ്രഹിച്ചില്ല. എന്താ വിഷയം എന്നറിയാമോ? അതും ഈ പറഞ്ഞതുപോലെയാ. അതിലെ 12 മുതൽ 15 വരെ വായിക്കുമ്പോൾ പിന്നെ യേശു ക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നതാ. അപ്പോൾ അവിടെ ആ കയറി വരുന്ന കാര്യങ്ങൾ കർത്താവിനെ കുറിച്ച് എഴുതിയിരുന്ന ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇതെല്ലാം എഴുതിയിരുന്നതാണ്. എവിടെ എഴുതിയിരുന്നു? സെഖറിയാ പ്രവചനം 9:9 അത് എഴുതിയിട്ടുണ്ട്. അതിന്റെ നിവൃത്തി നടക്കുമ്പോൾ ശിഷ്യന്മാർക്ക് അത് അറിയാൻ കഴിഞ്ഞില്ല. അവർ പിന്നീട് ആൾക്ക് മനസ്സിലാക്കുന്നത് എപ്പോഴാ? ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ. ഞാൻ പറയുന്നു പറഞ്ഞാല് ഇന്നിപ്പോൾ എന്നെ കേൾക്കുന്ന പലർക്കും ഈ വിഷയങ്ങളെല്ലാം വേണ്ടുവണ്ണം ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ, അല്ല ദൈവം കഴിഞ്ഞകാല നിത്യതയിൽ തന്നെ ക്രിസ്തുവിൽ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് നിങ്ങളോടുള്ള ആലോചനയായി നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. അങ്ങനെ വെളിപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ശ്രദ്ധിക്കാനും ഈ ആത്മസഹായത്തോടെ മാത്രമേ അത് നിങ്ങൾക്ക് കൈക്കൊള്ളുവാനും കഴിയുകയുള്ളൂ. നമ്മൾ ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് അവരുടെ ബുദ്ധി കൂർമ്മത കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും അല്ല ദൈവമക്കളെ. ഇത് ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്, ദൈവത്തിന്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കടപ്പെട്ടവരാ. ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയില്ലായിരുന്നെങ്കിൽ, നമ്മളോട് ദയ തോന്നിയില്ലായിരുന്നെങ്കിൽ, അല്ലെ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മൾ എത്രയോ വട്ടം ഈ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടാകാം, അല്ല ബൈബിൾ സംബന്ധമായ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ നമുക്കതൊന്നും ശ്രദ്ധിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരു രക്ഷാ ദിവസം നിർണയിച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവസം വന്നപ്പോൾ കർത്താവ് നമ്മളെ അതിനുവേണ്ടി സഹായിച്ചു. നമ്മളത് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തില് നമ്മൾ പ്രത്യേകം വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ ആ വ്യക്തിയോട് ദൈവം കാണിക്കുന്ന കരുണയെക്കുറിച്ച് 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, പ്രസാദകാലത്ത് നിനക്ക് ഉത്തരമരുളി രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവം നമുക്ക് വേണ്ടി ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസം നമ്മൾ ദൈവവചനം കേൾക്കാനിടയാകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ നമുക്ക് ആ സത്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് ഇടയാകും. നമുക്കറിയാം ഇതിന്റെ എല്ലാം ഒരു തുടക്കം എപ്പോഴും ദൈവത്തിൽ നിന്നാണ്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, നമ്മുടെ ഒരു കസർത്തുമല്ല, നമ്മുടെ പരിശ്രമം കൊണ്ട് നേടാൻ കഴിയുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ടവർ ദൈവത്തോട് എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിൽ നമ്മൾ ഒരു ഷണ്ഡനെ കുറിച്ച്, എത്യോപ്യ രാജ്ഞിയുടെ ധനകാരമന്ത്രിയായിരിക്കുന്ന ഒരു ഷണ്ഡനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. താൻ യെരുശലേമില് വന്ന് മടങ്ങുമ്പോൾ അവിടെ നിന്നും ഒരു പുസ്തകമൊക്കെ വാങ്ങി തേരിലിരുന്ന് തരത് വായിക്കുക. അപ്പോൾ ദൈവത്തിന് തന്നോട് മനസ്സിലിവ് തോന്നി. അതുകൊണ്ട് ഫിലിപ്പോസ് എന്ന തന്റെ ദാസനോട് പറഞ്ഞ്, നീ ഈ മരുഭൂമിയിൽ പോകണം. അപ്പോൾ അവൻ ചെല്ലുമ്പോൾ ഒരു രഥം ഇങ്ങനെ പോകുന്നു, നീ അതിനോട് ചേർന്ന് നടക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറയുകയും, താൻ ആ രഥത്തോട് അടുത്ത് ചെന്നപ്പോൾ ഈ ഷണ്ണൻ ഇരുന്ന് ഈ പുസ്തകം നല്ല ഉച്ചത്തിൽ വായിക്കുക. അപ്പോൾ ഫിലിപ്പോസ് അതിന്റെ 30-31 വാക്യം ഞാൻ വായിക്കാം, 29 വായിക്കാം. ആത്മാവ് ഫിലിപ്പോസിനോട്,
നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ നമുക്ക് അവിടെ അറിയാൻ കഴിയുന്നത്, ഇവിടെ ഈ ഷണ്ണനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഈ പുസ്തകം കിട്ടിയത് വലിയ കൊള്ള കിട്ടിയതുപോലെ താൻ കണ്ടു. ഞാൻ ഈ പുസ്തകം വായിക്കാനറിയാം, തനിക്ക് വിദ്യാഭ്യാസമുള്ള വ്യക്തി ആയതുകൊണ്ട്, ഭാഷ അറിയാവുന്നത് കൊണ്ട് ഞാനത് വായിക്കുക. എന്നാൽ അത് ഗ്രഹിക്കുന്നില്ല. നോക്കണേ, കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അറിയാവുന്ന ഭാഷകളിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ഈ ലോകപരമായ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ വേദപുസ്തകം നമുക്കറിയാവുന്ന ഭാഷയിൽ കിട്ടിയാലും നമ്മുടെ അറിവ് കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല. എവിടെയുള്ളവരെ നമ്മൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എനിക്ക് നല്ലൊരു അനുഭവമുണ്ട്. ഇവിടെ അടുത്ത് തന്നെ, ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ ദൂരെ ഓജാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഇതുപോലെ സുവിശേഷം ഓരോ ഭവനങ്ങളിൽ അറിയിക്കുക. അപ്പോൾ ഒരു സഹോദരി, റോമൻ കാത്തലിക്കിലുള്ള ഒരു സഹോദരി, അവർ MA ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ഒരു സഹോദരിയാണ്. അപ്പോൾ ഞാൻ വചനം അറിയിക്കുമ്പോൾ അവര് വളരെ അവരുടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിജയം നമ്മളൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കാം. എന്തായാലും അവർ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ വിചാരം ഞങ്ങൾക്കൊന്നും എഴുത്തും വായനയൊന്നും അറിയത്തില്ലെന്നാ. ഇതൊന്നും നമ്മൾ പറഞ്ഞില്ല. എങ്കിലും അവർ പറഞ്ഞ് അവർ തന്നെ സ്വയം പറയാണ്, ഞാൻ MA ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ആളാണ്. അപ്പം ഞാൻ പറയും, നല്ല കാര്യമല്ലേ. എന്നാൽ വീണ്ടും ജനനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അത് അറിയത്തില്ല. അപ്പോൾ ഞാൻ അവരോട് വളരെ സാവകാശം അതിനെക്കുറിച്ച് പറയാനായിട്ട് ഇടയായി. അപ്പോൾ നമ്മളൊരു കാര്യം, ലോകത്തിലെ എത്ര വലിയ ഡിഗ്രി എടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ദൈവവചനം അറിയണമെന്നില്ല. നമുക്കറിയാതില്ലേ, നിക്കോദമസ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ പ്രമാണിയായ ഉപദേഷ്ടാവായ വൃദ്ധനായ മാന്യനായ വ്യക്തിക്ക് വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം ചോദിച്ചത് നമുക്കറിയാം, ഞാൻ വീണ്ടും എന്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കണമെന്നാണോ അവിടുന്ന് പറയുന്നത് എന്നാ ചോദിച്ചത്. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഇത് ദൈവത്തിന്റെ അല്ലെങ്കിൽ നിത്യതയിലെ കാര്യങ്ങളാണ്, ആത്മീയ കാര്യങ്ങളാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം കൂടാതെ നമുക്കിതൊരിക്കലും ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഷണ്ണന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും കൊടുത്ത ദൈവം തനിക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്തു. താൻ ദൈവത്തിന്റെ വചനം ഫിലിപ്പോസ് മുഖാന്തരം പൊരുള് തിരിച്ചു കൊടുത്തപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുകയും കർത്താവിന്റെ കൽപ്പന പ്രമാണിച്ച് താൻ സ്നാനമേറ്റ് സന്തോഷത്തോടെ പോവുകയും ചെയ്തതാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് ഫിലിപ്പോസ് ഒരു കാരണമായി. കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ച ഫിലിപ്പോസ് യെശയ്യാ പ്രവചനത്തിലൂടെ താൻ വായിച്ചുകൊണ്ടിരുന്ന ആ വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ നിറവേറിയ സത്യം, അത് താൻ ആത്മാവിൽ അതൊന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തു. അത് കേട്ട ഷണ്ണൻ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാനും രക്ഷിക്കപ്പെട്ട് താൻ പോകുവാനും കർത്താവിന്റെ കൽപ്പന പ്രമാണിച്ചു പോകുവാനും ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ പറയുന്ന സാരം, ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം കൂടാതെ നമുക്ക് ഈ സത്യങ്ങൾ മനസ്സിലാകുകയില്ല. നമുക്കറിയാം, പിന്നെ കർത്താവ് പറയുന്നത് മനസ്സിലാക്കുവാനായിട്ട് കർത്താവിന്റെ ആത്മാവിന്റെ സഹായം വേണം. അതുപോലൊരു സംഭവമല്ലേ നമ്മൾ ലൂക്കോസ് അതിന്റെ 2-ാം അധ്യായം 50-ാം വാക്യത്തില് നമ്മൾ കർത്താവ് പറഞ്ഞത്, അതിന്റെ 50-ാം വാക്യം ഞാൻ വായിക്കാം. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. ഇത് മറിയത്തിന്റെയും യോസഫിന്റെയും കാര്യമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവര് യെരുശലേമില് ആരാധിക്കാൻ പോയി മടങ്ങി പോകുമ്പോൾ യേശു കൂടെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു, കൂട്ടത്തിലുള്ളവരുടെ കൂട്ടത്തിലുണ്ടാവുമെന്ന് വിചാരിച്ചു. അന്വേഷിച്ചു വന്നപ്പോൾ കണ്ടെത്തിയില്ല. അവസാനം 3-ാം നാൾ അവര് മടങ്ങി അവിടെ ചെന്നപ്പോൾ അവിടെ ഉപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിലിരിക്കുന്ന കർത്താവിനെ കണ്ടു. അപ്പോൾ മറിയ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു.
അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവൻ ഗ്രഹിച്ചില്ല. അപ്പോൾ താൻ ആരാണെന്നുള്ള ആ ഒരു യഥാർത്ഥ കാഴ്ചപ്പാട് അല്ലെങ്കിൽ താൻ പറയുന്ന ആ കാര്യം എന്താണെന്ന് ഗ്രഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനേക ക്ലാസ്സുകൾ കേട്ട് കാണുമല്ലോ. ഞാൻ ഈ പ്രത്യേക ക്ലാസ് നിങ്ങൾക്ക് ഒരു ബേസിക് സ്റ്റഡി ആയിട്ട് മാത്രം ആരംഭ ക്ലാസ്സുകൾ എന്ന നിലയിലാണ് ഇത് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെങ്കിലും നമ്മൾ ഗ്രഹിച്ചില്ല എങ്കിലും മുന്നോട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആഴമായ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വരും. അപ്പോൾ യഥാർത്ഥമായും നമ്മൾ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്നിരിക്കുന്നുവെങ്കിൽ മാത്രം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം പിന്നെ നമ്മളിന്ന് ഞാനിപ്പോൾ നിങ്ങളോട് ഈ പറയുന്ന ഈ കാര്യം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? കാരണം 119 സങ്കീർത്തനം അതിന്റെ 130 വാക്യത്തില് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 119ന്റെ 130. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാക്കുന്നു എന്ന് പറഞ്ഞാല് ദൈവം തന്നെ നമുക്ക് ഈ വചനത്തെ ശരിയായ നിലയിൽ പ്രകാശിപ്പിക്കുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും സ്വർഗീയമായ അറിവിൽ വളരുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം, നമ്മൾ കേൾക്കുന്ന വചനങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്നു. പലപ്പോഴും പലരും പറയാറുള്ള ഒരു കാര്യമാണ്, ഞാൻ 2 അധ്യായം വായിച്ചു. എന്ത് വായിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല. കാരണം എന്നാ? കാരണം ഇത്രേ ഉള്ളു, അവരവരുടെ ബുദ്ധിയിലാ വായിച്ചേ. അവർക്ക് വായിക്കാൻ അറിയാം, അവർ വായിച്ചു, ഒന്നും ഗ്രഹിച്ചില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന് വിനയപ്പെട്ടും ആത്മാവിന്റെ ആത്മാവിലായിരുന്നു കൊണ്ട് അവരത് വായിച്ച് ഗ്രഹിച്ചില്ല എന്നുള്ള കാര്യം ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏതൊരു ചുവടും ആത്മാവിന്റെ സഹായത്തോടെ അല്ല എങ്കിൽ നിങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം വൃഥാവായി പോകും. വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ദൈവമക്കളെ വളരെ ഭാരമുള്ളതുകൊണ്ടാണ്. കാരണം ഇന്ന് അനേക ദൈവമക്കളുടെ അവസ്ഥ, അവർക്ക് ആത്മീയമായിരിക്കുന്ന യാതൊരു വളർച്ചയുമില്ല. എത്രയോ വർഷങ്ങളായി രക്ഷിക്കപ്പെട്ടിട്ട് ഇതുവരെയും ഒരു വ്യക്തിയോട് വിശേഷം പറയാൻ പോലെയുള്ള ഒരു ആത്മഭാരമില്ല. തിരുവചനത്തെ കുറിച്ചുള്ള ഒരു നല്ല ഒരു അറിവില്ല. ഇതെത്രയോ അനിവാര്യമാണ് പ്രിയമുള്ളതേ. നമ്മൾ ഓരോ കേൾക്കുന്ന വചനങ്ങൾ, ദൈവത്തിന്റെ ഈ വചനം നമുക്ക് എന്തിനാ തന്നിരിക്കുന്നേ? അതേ 119 സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നത് അതിന്റെ 4-ാം വാക്യം. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഉണ്ടോ? നമ്മള് ഈ വചനങ്ങൾ കൃത്യമായി ആചരിക്കേണ്ടവയാ പ്രിയമുള്ളവരെ. എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനല്ല ബുദ്ധിയുള്ളവൻ എന്നാ പറഞ്ഞു, കേട്ട് ചെയ്യാത്തവൻ ബുദ്ധിഹീനൻ. അപ്പോൾ ഇത് കേട്ട് നമുക്ക് അത് ഗ്രഹിക്കണ്ടേ? അത് നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് കഴിയില്ല, അത് ആത്മാവിലൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവം ആദ്യമായിട്ട് ആത്മാവെന്ന ദാനം നൽകിയിരിക്കുന്നത്. ആത്മാവെന്ന ദാനം, ഈ ദാനം നമുക്കുണ്ടോ? ഈ ദാനമുള്ള ഒരു വ്യക്തി, അല്ല ആ വ്യക്തിയുടെ ഒരടയാളം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത്? റോമർ 8:23 അവർക്കൊരു ഞരക്കമുണ്ട്. എന്തിനാ? പുത്രത്വത്തിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ കർത്താവ് വരുമ്പോൾ ഞാൻ കർത്താവിനെ പോലെ ആയിത്തീരേണ്ടതിനുള്ള ഒരു ഞരക്കം. ആ ഞരക്കം നമുക്കുണ്ടോ? അതും ആത്മാവിനെ ലഭിച്ച ഒരു വ്യക്തിയുടെ ഒരു അടയാളമാണ്. ഞാൻ ഇവിടെ പറയുന്ന ഇപ്പോഴത്തെ വിഷയം ആത്മാവ് നമ്മളിൽ ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഞാൻ 4 കാര്യങ്ങൾ ഓർപ്പിക്കാം. വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. ഞാനിപ്പം എല്ലാവരും ഒരുമിച്ച് ഓർപ്പിക്കാത്ത പറഞ്ഞാൽ നിങ്ങൾ കുറേശ്ശെ കേൾക്കുന്നത് അത്രയും നിങ്ങൾ ധ്യാനിച്ച് അതിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു അനുഭവവും അറിവുമുള്ളവനായി മാറണം. അറിവ് ചീർപ്പിക്കും, ബുദ്ധിയിലുള്ളതല്ല, ആത്മാവിൽ ഗ്രഹിക്കണം.
അല്ലെങ്കിൽ വലിയ വഞ്ചനയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോട് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പറയട്ടെ, നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ 53 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇത് 54ാമത്തെ ക്ലാസ്സാണ്. ഇത് ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് ഞാൻ ഇട്ടത് ഒരു പുതിയ ആരംഭമാണ്. ഇല്ലെങ്കിൽ പിന്നെ യൂട്യൂബിനകത്ത് 1500-ൽ പരം മെസ്സേജുകൾ കിടപ്പുണ്ട്. പക്ഷെ അത് ഹിന്ദിയിലൊക്കെയാണ്. വളരെ അപൂർവം ചില മലയാളത്തിൽ ഉള്ള മെസ്സേജുകളേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ, നിങ്ങളിത് കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പ്രത്യേകമായ നിലയിൽ ഒരു ക്ലാസ് ആരംഭിച്ചതാണ്. അത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും പ്രയോജനമായി തീരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്കുള്ള അപേക്ഷ, നിങ്ങൾ ഈ വിഷയങ്ങൾ അപ്പോൾ നമ്മൾ പിന്നെ ഈ രക്ഷയുടെ വ്യത്യസ്ത അനുഭവങ്ങളിൽ തന്നെ ഇത് ആറാമത്തെ ക്ലാസ്സിലെ 1ാമത്തെ കാര്യം പരിശുദ്ധാത്മദാനം എന്നുള്ളതാണ്. ആ പരിശുദ്ധാത്മദാനം എന്നുള്ള വിഷയത്തിൽ 4 കാര്യങ്ങളാണ് ആത്മാവിനെ കുറിച്ച് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 1ാമത്തെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ സമയം ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് സഹായിച്ചാൽ നാളത്തെ ക്ലാസ്സിൽ തുടർന്നുള്ള 3 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാം എന്ന് കർത്താവിൽ ആശിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഒന്ന്, നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കണം? ആത്മാവിലായിരിക്കണം. ആത്മാവിലായിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചോ? നിങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം തന്നെ പറയണം, കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആത്മാർത്ഥതയോടൊന്ന് പറയണം. നിങ്ങളുടെ ബുദ്ധിയിൽ പറഞ്ഞാൽ പോരാ. ബുദ്ധിയിൽ പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്, പക്ഷെ അവർക്ക് യാതൊരു മാറ്റം ഉണ്ടായില്ല. എന്നാൽ നിങ്ങളുടെ ഹൃദയംഗമായി ആത്മാവിലാണിത് പറയുന്നതെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പൂർണ്ണമായും നിങ്ങൾ വിധേയപ്പെടുവാനും ആത്മാവ് നിങ്ങളെ ഇതെല്ലാം ഗ്രഹിപ്പിക്കുവാനും ഇടയായിത്തീരും. ഈ ഒരു പുതിയ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം ഇന്ന് എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.